ഹായ് ഓൾ. എപ്പോഴും ഇങ്ങനെ ചെടി നടലും റിപ്പോർട്ടിങ്ങും ഇതൊക്കെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേഷൻസും കൂടി നോക്കണ്ടേ. അന്ന് നമ്മൾ നട്ടുകൊടുത്ത ഹാങ്ങിങ് പ്ലാന്റുകളെല്ലാം സെറ്റാണ് കേട്ടോ. ടേർട്ടിൽ വൈൻ ഞാൻ എപ്പോഴും ഒടിച്ച് നട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോഴേ നല്ല ബുഷിയായിട്ട് വരുള്ളൂ. പിന്നെ എപ്പീഷ്യ പ്ലാന്റുകളൊക്കെ ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട്. നല്ലോണം പുതിയ പുതിയ പൊടിപ്പുകളൊക്കെ വന്നു താഴേക്ക് ഹാങ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അന്ന് പടരാൻ വേണ്ടി വെച്ച് കൊടുത്ത ആകാശമുല്ല പടർന്ന് കയറണമൊന്നുമില്ല. ഇനി നമ്മളായിട്ട് പടർത്തി വിടേണ്ടി വരും തോന്നുന്നു. മഴ തുടങ്ങിയ പിന്നെ നമ്മുടെ റോസാപ്പൂക്കളെല്ലാം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിശാഗന്ധിയിലുണ്ടായിരുന്ന മുട്ടുകളൊക്കെ ഇപ്പം നല്ലോണം വലുതായിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം മാത്രം ചെറുതാണ്. അതിനെനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ചിലപ്പോൾ അത് പോവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ പോയത് ഓർക്കിഡുകളുടെ അടുത്തേക്കായിരുന്നു കേട്ടോ. നമ്മൾ വേരോട് കൂടി വെച്ച് കൊടുത്ത തൈകളൊക്കെ ഉഷാറായി നിൽക്കുന്നുണ്ട്. പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒടിച്ച് നട്ട് കൊടുത്ത ആ കൊമ്പുകൾക്ക് മാത്രം വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഇവരൊക്കെ നമ്മൾ ഉപേക്ഷിച്ച ചെടികളാണ് കേട്ടോ. നല്ല വെയിലായ സമയത്ത് എല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഒരു പൂ പോലും ഇല്ലാണ്ടായപ്പോൾ അതിനൊക്കെ മാറ്റി വെച്ചതായിരുന്നു. ഇപ്പം മഴ പെയ്തേ പിന്നെ ഇഷ്ടംപോലെ പൂക്കളായിട്ടുണ്ട് കേട്ടോ. പിന്നെ ബ്ലൂ ഡേയ്സ് നമ്മളന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അതിൽ ചിലതൊക്കെ നല്ലോണം കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലതൊക്കെ നല്ലോണം പൊടിച്ചിട്ടുമുണ്ട്. പിന്നെ 10 മണി ചെടികൾക്കൊന്നും വലിയ വ്യത്യാസം എനിക്ക് തോന്നിയില്ല. വിചാരിച്ച പോലെ അങ്ങോട്ട് കാട് പോലെ ഒന്നും വലുതാവണമെന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പൊടിപ്പുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ ശരിയാവുമായിരിക്കും. ഇപ്പം അങ്ങനെ വെയിലൊന്നും കൊള്ളണില്ലല്ലോ. പിന്നെ നട്ട് കൊടുത്തതിൽ ഒട്ടും എന്നെ നിരാശപ്പെടുത്താത്തൊരു ചെടിയാണ് കേട്ടോ ഇത്, ചൈനീസ് വയലറ്റ്. ആളിപ്പം നല്ല സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒടിച്ചു കുത്തിയ കൊമ്പുകൾ എല്ലാം പിടിച്ചിട്ടുണ്ട്.